ഹലോ കൂട്ടുകാരെ, പോലെ പോലെ ഒരു സ്ത്രീ ശബ്ദം കേട്ട് വീഡിയോ കാണാതെ പോയാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. ഒരു സ്വപ്ന വാഹനം, അത് പുതിയതോ പഴയതോ ആവട്ടെ, വാങ്ങും മുമ്പ് എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ഒരു ചെറിയ പഠനം നടത്തിയതിന് ശേഷം തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടാൽ അതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല എന്ന് എൻ്റെ ഉറപ്പ്. ഏതായാലും വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു. ഒരു 10 മിനിറ്റ് ഈ വീഡിയോയ്ക്ക് ചെവി കൊടുത്താൽ ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത ഉപകാരമാകും നിങ്ങൾക്കുണ്ടാകുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ പിന്നെ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങളുമായി കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യട്ടെ. ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് ഒരു കാർ വാങ്ങുക എന്നത് നമ്മുടെ ഇടയിൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വന്തമായൊരു വാഹനം പലർക്കും ഒരു അത്യാവശ്യ ഘടകമാകുമ്പോൾ ബഡ്ജറ്റ് ഒരു പ്രശ്നം തന്നെയാണ്. ലോണാണ് മിക്കവരുടെയും ആശ്രയമായി മാറുന്നത്. ഇത് വലിയൊരു ബേർഡനായി മാറാതെ എങ്ങനെ ഒരു വാഹനം സ്വന്തമാക്കാമെന്നും മറ്റും അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണണേ. ഒരു വാഹനം വാങ്ങുക എന്നത് ഒരു വീട് വെക്കുന്നത് പോലെ തന്നെ ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ആദ്യമായി നമ്മൾ നോക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ വാഹനം വാങ്ങുന്നത് എന്നാണ്. ഡെയിലി യൂസിനുള്ള വാഹനമാണോ, അതോ നമ്മൾ ലോങ് ഡ്രൈവിന് വേണ്ടിയുള്ളതാണോ, ഓഫ് റോഡിങ്ങിന് വേണ്ടിയുള്ളതാണോ എന്നത് കൃത്യമായി വേർതിരിച്ച് അറിയണം. ഒരു 20 കിലോമീറ്ററിന് താഴെയാണ് നിങ്ങളുടെ ഡെയിലി ഉപയോഗമെങ്കിൽ പെട്രോൾ വാഹനമായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ലോങ് ട്രിപ്പും മറ്റുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡീസൽ വാഹനം തന്നെയാണ് അഭികാമ്യം. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബഡ്ജറ്റാണ്. എത്ര എമൗണ്ട് വരെ നമുക്ക് അഫോർഡബിൾ ആണ് എന്ന് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഒരു വാഹനം വാങ്ങുമ്പോൾ അത് വാങ്ങുന്ന തുക മാത്രമല്ല, അതിൻ്റെ ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ ചാർജസ്, മെയിൻ്റെനൻസ് ചാർജ്, അങ്ങനെ പല പല തുകകളുണ്ട് എന്ന കാര്യം ഓർമ്മയിൽ വെക്കണം. ഈ മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറയുന്നത് വണ്ടി എത്ര കാലം നമ്മുടെ കയ്യിലുണ്ടോ അത്ര നാളും നമുക്ക് വരുന്നതാണ്. പല വാഹനങ്ങളുടെയും മെയിൻ്റെനൻസ് ചാർജാണ് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബ്രേക്ക് പാഡ് മാറുക, ടയർ, ബാറ്ററി, ഓയിൽ ആൻഡ് ഫിൽറ്റേഴ്സ് തുടങ്ങിയവയെല്ലാം ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണം, മാറണം. കൂടാതെ അപ്രതീക്ഷിതമായ ആക്സിഡൻറ്റുകൾ, കാലാവസ്ഥാ പ്രശ്നങ്ങൾ, മെക്കാനിക്കൽ തകരാറുകൾ മുതലായ ചിലവുകൾ കൂടി ഉണ്ടാകാനിടയുള്ളവയാണ്. ഇവയെല്ലാം മാനേജ് ചെയ്യാൻ ലോവർ മെയിൻ്റെനൻസ് ഉള്ള വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുകയോ മെയിൻ്റെനൻസ് പാക്കേജിനായി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയോ ആവാം. പുതിയ കാർ വാങ്ങണോ അതോ സെക്കൻഡ് ഹാൻഡ് എടുക്കണോ എന്ന കൺഫ്യൂഷനിലാണോ? പുതിയത് വാങ്ങുമ്പോൾ ഒന്നിച്ചൊരു വലിയ തുകയാകുമെങ്കിലും അതിന് വാറണ്ടി ഉണ്ടാവും, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും, 1-2 സർവീസുകൾ ഫ്രീ ആയിരിക്കും, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് കുറവാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളിലേക്ക് തന്നെ തിരിയുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നമുക്ക് കൂടുതൽ അഫോർഡബിൾ ആയിരിക്കും. എന്നാൽ ആ വാഹനത്തിൻ്റെ കണ്ടീഷനും സർവീസ് ഹിസ്റ്ററിയും നമുക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കിൻ്റെ സഹായത്തോടെ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. നാം വാങ്ങുന്ന വാഹനം വളരെ നന്നായി നമ്മൾ നിരീക്ഷിച്ചിരിക്കണം. എന്തെങ്കിലും ചളുക്കങ്ങളോ സ്ക്രാച്ചുകളോ തുരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നും എല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ കാറിൻ്റെ ഇൻറ്റീരിയേഴ്സ് ശ്രദ്ധിക്കുമ്പോൾ സീറ്റിൻ്റെ കണ്ടീഷൻ, ഇലക്ട്രോണിക്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഡാഷ്ബോർഡ് അവയെല്ലാം നന്നായി ചെക്ക് ചെയ്തിരിക്കണം. ടയറിൻ്റെ കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വണ്ടിയുടെ എൻജിൻ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോർമൽ അല്ലാത്ത എന്തെങ്കിലും സ്ട്രേഞ്ച് നോയ്സ് വരുന്നുണ്ടോ, എക്സസീവായിട്ടുള്ള സ്മോക്ക് ഉണ്ടോ, അതെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഒരു ടെസ്റ്റ് ഡ്രൈവ് ആകാം. അതിൽ വാഹനം നമുക്ക് ഓടിക്കാൻ കംഫർട്ടാണോ, എന്തെങ്കിലും അനാവശ്യമായ ശബ്ദങ്ങൾ അതിൽ നിന്ന് വരുന്നുണ്ടോ, ബ്രേക്കൊക്കെ ഓക്കെ ആണോ, സസ്പെൻഷൻ ആൻഡ് എൻജിൻ പെർഫോമൻസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആദ്യമായി വാഹനം വാങ്ങാൻ പോകുമ്പോൾ ഇതിനെപ്പറ്റി എല്ലാം അറിവുള്ള ഒരാളെ കൂടെ കൂട്ടുന്നതാണ് ഏറ്റവും ആരോഗ്യപ്രദം. വാഹനം വാങ്ങും മുമ്പ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് പേപ്പേഴ്സ്, പൊല്യൂഷൻ, സർവീസ് ഹിസ്റ്ററി, ലോൺ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇനി മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തെന്ന വണ്ടിയാണെങ്കിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC ഇതെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതുപോലെ തന്നെ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അഥവാ VIN, എൻജിൻ നമ്പർ എന്നിവ വാഹനത്തിൽ കാണിച്ചിരിക്കുന്നവ തന്നെയാണോ ഡോക്യുമെൻറ്റിലുള്ളതെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വാഹനത്തിൻ്റെ മൈലേജ്, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, സർവീസ് സെൻറ്റർ, അതുപോലെ ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയുണ്ടോ തുടങ്ങിയവയെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു വാഹനത്തിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആവശ്യമെന്നതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പല മോഡൽ വണ്ടികൾ നോക്കുന്നതാണ് നല്ലത്. ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് നമ്മുടെ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനെ മറികടക്കുമെന്ന് മാത്രമല്ല, പിന്നീടും അനാവശ്യ ചിലവുകൾ വരുത്തി വയ്ക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം വാങ്ങാൻ ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രം ഉറപ്പാക്കുക. അതായത് എയർ ബാഗുകൾ, ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം, ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ്, അതുപോലെ തന്നെ AC, പവർ സ്റ്റിയറിംഗ് തുടങ്ങിയവ. ചില ബ്രാൻഡുകൾ അല്ലെങ്കിൽ ചില മോഡലുകൾ സമയം കഴിയും തോറും വാല്യൂ കൂടി വരുന്നവയാണ്. അതിനാൽ തന്നെ റീസെയിൽ വാല്യൂ കൂടി വരുന്ന വാഹനങ്ങൾ നോക്കി വാങ്ങുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങുന്നവർ RTO, വെഹിക്കിൾ ഇൻഫോ ആപ്സിലോ വെബ്സൈറ്റിലോ പോയി എന്തെങ്കിലും പെൻഡിങ് ഫൈനോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ
അല്ലെങ്കിൽ ഈ വാഹനം മോഷണം പോയതായി എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതുപോലെ ഈ വാഹനം നമ്മളൊരു ഡീലറുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ റിവ്യൂ കൃത്യമായി ചെക്ക് ചെയ്തിരിക്കണം. ഇനി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി, എന്തിനാണ് അയാൾ ഈ വാഹനം ഇപ്പോൾ വിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അറിഞ്ഞിട്ട് വേണം വാഹനം വാങ്ങാൻ. ഇപ്പോൾ വിപണിയിൽ പുതുതായി വിറ്റുപോകുന്ന കുറച്ച് വാഹനങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഈ ഓരോ വാഹനങ്ങളുടെയും ഫുൾ ഡീറ്റെയിൽസ് അവരുടെ തന്നെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ യൂട്യൂബിൽ വീഡിയോ ആയിട്ടിട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാൻ കൂടി അത്രയും സാഹസത്തിന് മുതിരുന്നില്ല കേട്ടോ. അതുപോലെ ഒരു കാർ എടുക്കുന്നതിന് മുമ്പ് അതിന് ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ടോ, ലീസിങ് ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡീസ് ഉണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുക. അതുപോലെ ഒരു വാഹനം വാങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചെലവ്, അതിൻ്റെ EMI, മെയിൻ്റെനൻസ്, ഫ്യുവൽ ചാർജ് അടക്കം നിങ്ങളുടെ ഒരു മാസത്തെ സാലറിയുടെ 25% കൂടുതൽ വരാനിടയാകരുത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെയായാൽ അത് നിങ്ങളുടെ പ്രതിമാസ ചെലവുകളെ വാഹനത്തിൻ്റെ വരവ് വല്ലാതെ ബാധിക്കാതിരിക്കാൻ സഹായിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, പല വിദഗ്ധരും കണക്കുകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം വാങ്ങുന്ന വാഹനം പെട്രോൾ ആണോ, ഡീസലാണോ, CNG ആണോ എന്നുള്ളതാണ്. ഡീസലിനെ അപേക്ഷിച്ച് പെട്രോളിന് വില കൂടുതലാണെങ്കിലും പെട്രോൾ വാഹനത്തിന് മൈലേജ് വളരെ കുറവായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ യാത്രകൾ മാത്രം ചെയ്യുന്നവർക്കാണെങ്കിൽ പെട്രോൾ വാഹനം തന്നെയാണ് ഉപകാരപ്രദം. CNG വാഹനമാണെങ്കിൽ അതൊരു എക്കോ ഫ്രണ്ട്ലിയും കോസ്റ്റ് എഫക്റ്റീവുമായുള്ള ഓപ്ഷനാണ്. എന്നാൽ CNG സ്റ്റേഷനുകളുടെ കുറവ് ഒരു പ്രശ്നമായി മാറാറുണ്ട്. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളും വളരെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിലും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഭാവവും അല്പം എക്സ്പെൻസ് ആണെന്നുള്ളതും ഒരു പോരായ്മയാണ്. അതുപോലെ പുതിയൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ ഒരു ഡീലറുടെ അടുത്ത് മാത്രമായി നിങ്ങൾ പോകരുത്. പലയിടങ്ങളിലും പല ഓഫറുകളാവും ഉണ്ടാവുക. പല ഡീലേഴ്സിനെ സമീപിച്ച് എല്ലാ ഓഫറുകളും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പലയിടങ്ങളിലും പല ഡിസ്കൗണ്ടുകളും, ക്യാഷ് ബാക്ക് ഓഫറുകളും, പ്രൊമോഷണൽ ഓഫേഴ്സും ഒക്കെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഒരിക്കലും ഒഴിവാക്കരുതാത്ത മറ്റൊരു കാര്യമാണ് ടെസ്റ്റ് ഡ്രൈവ്. വാങ്ങുന്ന വാഹനം നമ്മുടെ പ്രതീക്ഷ അനുസരിച്ചുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായകരമാണ്. വാഹനത്തെ സംബന്ധിച്ച എല്ലാ സംശയങ്ങളും ഡീലറോട് ചോദിക്കാൻ മടി വിചാരിക്കുകയും അരുത്. ഇനി ഒരു വാഹനം അത്യാവശ്യമായിരിക്കുകയും നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്താലോ? അതിനുമുണ്ട് നമുക്കൊരു ഓപ്ഷൻ. നമ്മുടെ രാജ്യത്ത് പുതുതായി കണ്ടുവരുന്ന ഒരു സർവീസാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് കാർ റെൻറ്റിംഗ് എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽ കമ്പനികൾ തുടങ്ങിയിട്ടുള്ള ഒരു സർവീസാണിത്. ഇതിൽ നമ്മൾ കാർ വാങ്ങുന്നില്ല, മെയിൻ്റനൻസ് ചാർജും ഇല്ല, ഒന്നുമില്ല. കാർ റെൻറ്റിന് വാങ്ങുന്നു, സ്വന്തമായി ഉപയോഗിക്കുന്നു, അത്രമാത്രം. ആ മാർഗവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെ? നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയോ? എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.